നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസിന്റെ അളവിൽ ഏറ്റക്കുറച്ചിലുകൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എങ്ങനെയാണ് ശരീരത്തിൽ ഈ മാറ്റങ്ങൾ വരുത്തുന്നത്? എന്തൊക്കെയാണ് ഇതിന്റെ പിന്നിൽ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മളുടെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ അല്ലെങ്കിൽ ചെറുകുടലിൽ നിന്ന് ഗ്ലൂക്കോസായി കൺവേർട്ടഡ് ആവുന്നു. ഈ ഗ്ലൂക്കോസ് നമ്മളുടെ രക്തത്തിൽ ചേരുന്നു. നമ്മളുടെ ശരീരത്തിലെ ഓരോ സെൽസും അല്ലെങ്കിൽ കോശങ്ങൾ അവരുടെ ഉപയോഗത്തിനായി രക്തത്തിൽ നിന്ന് ഈ ഗ്ലൂക്കോസിനെ വലിച്ചെടുക്കുന്നു. ഇതിന് ഇൻസുലിൻ എന്നൊരു ഹോർമോണിന്റെ ആവശ്യം അവർക്ക് അനിവാര്യമാണ്. നമ്മുടെ ശരീരത്തിലെ പാൻക്രിയാസ് എന്ന ഗ്രന്ഥിയിൽ നിന്നാണ് സാധാരണയായി ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാറുള്ളത്. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ താമസിക്കുകയോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വ്യായാമം ചെയ്യുകയോ മറ്റും ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സ്വാഭാവികമായും ലോ ആവും. ഗ്ലൂക്കോസ് ലെവൽസ് ലോ ആവുമ്പോൾ നിങ്ങൾക്ക് ഹൈപ്പോഗ്ലൈസീമിയ പോലുള്ള പല ലക്ഷണങ്ങളും ശരീരത്തിൽ കണ്ടു തുടങ്ങും. ഈ അവസരത്തിൽ നിങ്ങളുടെ ലിവറിൽ നിന്ന് ഗ്ലൂക്കോഗോൺ എന്നൊരു ഹോർമോൺ റിലീസ് ചെയ്യും. ഗ്ലൂക്കോണിൽ നിന്ന് ഗ്ലൂക്കോസായി കൺവേർട്ടഡായി നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് നോർമലിലേക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. കൂടാതെ നിങ്ങളുടെ ഫാറ്റ് സെൽസിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്നും എനർജിയായി യൂട്ടിലൈസ് ചെയ്യുന്നു. എന്നാൽ നിങ്ങൾ പ്രമേഹ രോഗിയാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലെ ഇൻസുലിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തത് കാരണം നിങ്ങളുടെ ബ്ലഡ് ഗ്ലൂക്കോസ് എപ്പോഴും കൂടുതലായിരിക്കാനാണ് സാധ്യത. ഈ ബാലൻസ് തെറ്റിയത് മൂലം നിങ്ങളുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് കൂടുതലാണെങ്കിൽ പോലും ഗ്ലൂക്കോഗോൺ തുടർച്ചയായി പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ നമ്മളുടെ ഇൻറ്റെസ്റ്റൈൻസ് അല്ലെങ്കിൽ കുടലിൽ നിന്ന് GLP-1 എന്ന മറ്റൊരു ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യുകയും ഈ ഹോർമോൺ നമ്മളുടെ ഇൻസുലിൻ പ്രൊഡക്ഷൻ കൂട്ടുകയും ഗ്ലൂക്കോഗോൺ പ്രൊഡക്ഷൻ കുറയ്ക്കുകയും ചെയ്യുന്നു. ഇതുവഴി നമ്മുടെ ശരീരത്തിലെ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽസ് നിയന്ത്രണത്തിൽ നിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു.